നമസ്കാരം. ശിവരിച്ചിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് MG യൂണിവേഴ്സിറ്റിയുടെ സെമിസ്റ്റർ 4-ലെ SCC മലയാളം മത്സര പരീക്ഷകളിലെ മലയാളം എന്ന പുസ്തകത്തിലെ ചാപ്റ്ററുകളിലേക്ക് കടക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് അല്ലെങ്കിൽ മലയാളത്തിലെ എല്ലാ വിഭാഗങ്ങളിലൂടെയും ഉൽപ്പത്തി മുതൽ മലയാളത്തിൻ്റെ ഭാഷയുടെ ഉൽപ്പത്തി മുതൽ ഉള്ള പല വിഭാഗങ്ങളിലൂടെ ആണ് കടന്നു പോയിരിക്കുന്നത് ഈ പുസ്തകം. ഇതിൻ്റെ പ്രധാനമായിട്ടും പറയുന്നത് മത്സര പരീക്ഷകളിലെ മലയാളത്തിൻ്റെ പ്രാധാന്യം ഉണ്ടല്ലോ, അത് നിങ്ങളെ ബോധവാന്മാരാക്കുക എന്നാണ് ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗം 1 എന്ന് പറയുന്നത് മത്സര പരീക്ഷകളിലെ മലയാളം ഭാഷയുടെ ഉൽപ്പത്തി, പാട്ട്, മണിപ്രവാളം, പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം, കവിത്രയത്തിന് ശേഷം മിഷണറിമാർ, നാടകം, ചലച്ചിത്രം. ഇതാണ് 1ാമത്തെ ഭാഗം. അപ്പൊ ഈ 1ാമത്തെ ഭാഗം ഒന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു നോട്ട് കൂടെ ചേർക്കുക. അപ്പൊ നോട്ടായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രയോജനപ്പെടുന്നതെന്ന് കരുതുന്നു. അപ്പൊ മത്സര പരീക്ഷകളിലെ മലയാളം എന്നുള്ളത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈക്ഷണികമായ ഏറ്റവും ബുദ്ധിപരമായ ഏറ്റവും ഉയർന്ന നിലവാരമാണ് ഭാഷയുടെ വികസനം. അപ്പൊ ശാസ്ത്രങ്ങളുടെ റാണിയാണ് ഗണിതശാസ്ത്രം, മാത്സ്. മറ്റ് സാങ്കേതിക ശാസ്ത്രങ്ങളും ഭാഷയുടെ പിന്നിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഭാഷയുടെ റാണിയായ ഗണിതവും മറ്റ് സാങ്കേതിക ശാസ്ത്രങ്ങളും ഭാഷാശാസ്ത്രത്തിന്റെ പിന്നിലാണ് വരുന്നത്. ഇപ്പൊ കൊച്ചുകുട്ടികളുടെ വികാസ ഘട്ടങ്ങളെ നമുക്ക് തെറ്റില്ലാതെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് അവര് തെറ്റില്ലാതെ മലയാളം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാഷ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പം ഉന്നത വിദ്യാഭ്യാസം നേടിയാലും ഏറ്റവും താഴ്ന്ന PSC പരീക്ഷകളിലെ ചോദ്യങ്ങൾ പോലും പലർക്കും അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ PSCയുടെ LD ക്ലർക്ക് പരീക്ഷയിൽ മലയാള ഭാഷയുടെ 10 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. പിന്നെ പൊതുവിജ്ഞാനം, ഇപ്പോഴത്തെ കറണ്ട് അഫയേഴ്സ്, ഇങ്ങനെ 20 ചോദ്യം വേറെയും വരുന്നു. അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ സജ്ജരാക്കുക എന്നുള്ളതാണ് ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തമിഴ്, സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം എന്ന ക്രമത്തിൽ ക്ലാസിക് പദവി നേടിയ 5ാമത്തെ ഭാഷയാണ് മലയാളം. 1500 വർഷമെങ്കിലും പഴക്കമുള്ള ഭാഷകളെയാണ് ക്ലാസിക് പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇന്ത്യൻ സിവിൽ സർവീസ്, KSA, അസിസ്റ്റന്റ് ഗ്രേഡ്, ഇതിനെല്ലാം ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. ബിരുദതലം കടക്കുന്ന കുട്ടികൾക്ക് മത്സര പരീക്ഷകളിലെ മലയാളത്തെയും മറികടക്കാൻ ആകും. അപ്പോൾ ഉപന്യാസം, അതുപോലെ മലയാളം ഓപ്ഷണലായിട്ട് പഠിച്ച IAS, IPS നേടിയ ധാരാളം പേരുണ്ട്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും മലയാളത്തെ ശരിയായി സമീപിക്കാൻ കഴിയാത്ത ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവർക്കൊരു അവബോധം എന്ന നിലയിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ലോകത്തിലെ വികസിത രാജ്യങ്ങളെല്ലാം ബോധനത്തിന് ഉപയോഗിക്കുന്ന മാതൃഭാഷയാണ്. അപ്പൊ ഇവിടെ 2ാമത്തെ പാഠമായിട്ട് വരുന്നത് ഭാഷയുടെ ഉൽപ്പത്തിയാണ്. എന്താണ് ഭാഷ? ആശയവിനിമയത്തിനുള്ള ശബ്ദാധിഷ്ഠിതമായ ഒരു ഉപാധിയാണ് ഭാഷ. അപ്പൊ ഭാഷയുടെ പ്രാഥമിക ധർമ്മം എന്താണ്? ആശയവിനിമയം, നമ്മുടെ ഉള്ളിലെ വികാര വിചാരങ്ങൾ മറ്റൊരാളിനെ ധരിപ്പിക്കുക. അപ്പൊ ഭാഷ തന്നെ 2 ഭാഷയുണ്ട്, വാമൊഴിയും വരമൊഴിയും. വാമൊഴി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്നത്, വരമൊഴി എഴുത്ത് ഭാഷ. പിന്നെ അരിസ്റ്റോട്ടിൽ ഭാഷയുടെ നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് ആ നോട്ടിനകത്തൂടെ ഉൾപ്പെടുത്താം. ഭാഷാ ഗോത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് ഭാഷാ ഗോത്രം എന്നൊരു സങ്കല്പം ഉണ്ടാകുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരുമിച്ച് പാർത്തിരുന്ന ആളുകൾ ഒരേ ഭാഷ സംസാരിച്ചതാകാം ഇങ്ങനെ ഭാഷാ ഗോത്രം എന്ന പേരിൽ വന്നത്. പ്രധാന ഭാഷാ ഗോത്രങ്ങൾ ഇൻഡോ യൂറോപ്യൻ ഗോത്രം, അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇൻഡോ യൂറോപ്യൻ ഗോത്രം. ഇന്ത്യയിലും യൂറോപ്പിലുള്ള മിക്കവാറുള്ള എല്ലാ ഭാഷകളും ഇതിനകത്ത് വരുന്നു. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ഇറ്റാലിയൻ തുടങ്ങിയവയെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഇനി സെമിറ്റിക് ഗോത്രമാണ് 2ാമത്തേത്. ഹീബ്രു, അസീറിയൻ, ഫിനിഷ്യൻ, അറബിക് ഭാഷകളെല്ലാം സെമിറ്റിക് ഗോത്രത്തിൽ വരുന്നു. ഇനി ഹാമറ്റിക് ഗോത്രം. ഹാമറ്റിക് ഗോത്രത്തിന് ഈജിപ്ഷ്യൻ, കോപ്റ്റിക്, ബർത്തർ തുടങ്ങിയ ഭാഷകളാണ് അതിനകത്ത് വരുന്നത്. ഇനി തെക്ക് കിഴക്കൻ ഏഷ്യാറ്റിക് ഗോത്രം, ചീന ഗോത്രം എന്നാണ് അറിയപ്പെടുന്നത്. ആസാമീസ്, ബർമീസ്, ടിബറ്റൻ തുടങ്ങിയ ഭാഷകളാണ് ഈ ഗോത്രത്തിൽ ഉൾപ്പെടുന്നത്. യുറാൾ അൾട്ടേക്ക് ഗോത്രം. യുറാൾ അൾട്ടേക്ക് പർവ്വതനിര മുതൽ പസഫിക് സമുദ്രം വരെയുള്ള പ്രദേശങ്ങളിലാണ് ഈ ഗോത്രത്തിന്റെ ഭാഷകൾ ഉള്ളത്. ഇനി ആസ്ട്രിക് ഗോത്രമാണ്, അത് ഗിരിവർഗക്കാരുടെ ഭാഷകൾ തുടങ്ങി മറ്റു ഭാഷകളെല്ലാം ആസ്ട്രിക് ഗോത്രത്തിൽ വരും. ഇനി ബാണ്ടു ഗോത്രമുണ്ട്. ഇനി ഉള്ളത് അടുത്തത് ദ്രാവിഡ ഗോത്രം. അപ്പൊ ദ്രാവിഡ ഭാഷാ ഗോത്രം ദക്ഷിണേന്ത്യയിൽ മുമ്പ് സംസാരിച്ചിരുന്ന മൂല ദ്രാവിഡ ഭാഷയായിരുന്നു. അതിൽ നിന്ന് വേർപിരിഞ്ഞ് വന്നതാണ് ദക്ഷിണേന്ത്യയിലെ ഭാഷകൾ. അപ്പൊ അതിൽ ഏറ്റവും അവസാനമായി വേർപിരിഞ്ഞ് വന്നത് മലയാളമാണ്.
അപ്പൊ പാശ്ചാത്യ ഭാഷാശാസ്ത്രജ്ഞന്മാരിൽ ഫ്രാൻസിസ് ഡബ്ല്യു എല്ലിസ് ആണ് ദ്രാവിഡ ഭാഷ ഗോത്രം എന്ന സങ്കല്പം ആദ്യമായി അവതരിപ്പിച്ചത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നിവ ഉത്തരേന്ത്യൻ ഭാഷയിൽ നിന്ന് ഭിന്നമായ ഒരു ഗോത്രത്തിൽപ്പെട്ട ഭാഷകളാണെന്ന് എല്ലിസ് അഭിപ്രായപ്പെട്ടു. അപ്പൊ ഈ മേൽപ്പറഞ്ഞ ഭാഷകൾ ഏതൊക്കെയാണ്? തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഇവയ്ക്കൊക്കെ ദ്രാവിഡ ഭാഷാ ഗോത്രം എന്ന് നാമകരണം ചെയ്ത ഡോക്ടർ റോബർട്ട് കാൽഡ്വെൽ ആണ്. അദ്ദേഹം രചിച്ച ദ്രാവിഡ ഭാഷകളുടെ വ്യാകരണമാണ് ആദ്യമായി പ്രസാദനം ചെയ്ത കൃതി. ഭാഷോൽപത്തിയെ കുറിച്ച് നിരവധി വാദങ്ങളുണ്ട്. ഒന്ന്, സംസ്കൃത ജന്യവാദം എന്നുള്ളതാണ് ആദ്യത്തെ. സംസ്കൃതത്തിൽ നിന്ന് ജനിച്ച ഭാഷയാണ് മലയാളം എന്നാണ് സംസ്കൃത ജന്യവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോവുണ്ണി നെടുങ്ങാടിയാണ് ഈ വാദം ഉന്നയിച്ചത്. ലീലാതിലകകാരനും കോവുണ്ണി നെടുങ്ങാടിയും വടക്കങ്കൂർ രാജരാജവർമ്മയുമാണ് സംസ്കൃതത്തിൽ നിന്ന് മലയാളം ജനിച്ചു എന്ന് പറയുന്നത്. ഇനി തമിഴ് ജന്യവാദം, മലയാളം തമിഴിൽ നിന്ന് ജനിച്ചതാണ്. അതായത് തമിഴിന്റെ ഉപഭാഷയാണ് മലയാളം എന്നും കേരള തീരത്തുണ്ടായിരുന്ന കൊടുന്തമിഴ് മലയാളമായി രൂപപ്പെട്ടത്. രണ്ട് വാദങ്ങളുണ്ട്. മലയാളം തമിഴിന്റെ ഉപഭാഷയാണെന്ന വാദത്തിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ റോബർട്ട് കാൽഡ്വെൽ ആണ്. മലയാളം തമിഴിന്റെ ഉപഭാഷയാണെന്നാണ് കാൽഡ്വെൽ പറഞ്ഞത്. ഇനി ബ്രാഹ്മണവൽക്കരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ ബ്രാഹ്മണർ കേരളത്തിലാണ് വന്നത്, ഏറ്റവും കുറവ് തമിഴ്നാട്ടിലാണ് ബ്രാഹ്മണർ എത്തിയത്. അപ്പൊ വന്ന ബ്രാഹ്മണരുടെ, ആര്യബ്രാഹ്മണരുടെ ഭാഷ സംസ്കൃതമായിരുന്നു. സംസ്കൃതവും തമിഴും കൂടെ കൂടിക്കലർന്നാണ് ആദ്യമായിട്ടൊരു ഭാഷാ ശൈലി രൂപപ്പെട്ടത്. കേരള പ്രദേശത്ത് ഇനി കൊടുന്തമിഴ് ജന്യവാദമുണ്ട്. അതായത് കേരള പ്രദേശത്തുണ്ടായിരുന്ന കൊടുന്തമിഴ് മലയാളമായി രൂപപ്പെട്ടു എന്നും പറയുന്നുണ്ട്. അപ്പൊ അന്ന് 12 നാടുകളായിട്ടാണ് തമിഴ് പ്രദേശത്തെ വേർതിരിച്ചിരുന്നത്. തെൻപാണ്ടി, കുട്ടം, വേൺപൂഴി 5 നാടുകൾ ആണ് ഇന്നത്തെ കേരളത്തിൽ അതിന് ഉൾപ്പെടുന്നത്. അപ്പൊ ഈ കൊടുന്തമിഴ് ജന്യവാദത്തിന് ഉപജ്ഞാതാവ് AR രാജരാജവർമ്മയാണ്. ഇനി ഭാഷാപരമായി അദ്ദേഹം AR കുറച്ച് തെളിവുകൾ പറയുന്നുണ്ട്. അനുനാസികാദി പ്രസരം, താലവ്യാദേശം, സ്വരസംവരണം, പുരുഷഭേദ നിരാസം, ഖിലോപസംഗ്രഹ, അംഗഭംഗം എന്നീ 6 നയങ്ങളിലൂടെയാണ് മലയാളവും തമിഴും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് കേരളപാണി ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മൂലദ്രാവിഡ ഭാഷയിലെ സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന് പറഞ്ഞത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. അപ്പം മൂലദ്രാവിഡ ഭാഷ പല ശാഖകളായി പിരിയുന്നതിന് ആറ്റൂർ പറയുന്ന കാരണങ്ങൾ, ഒന്ന്, ജനവാസത്തിന് സൗകര്യമില്ലാത്ത വലിയ മലകളോ മരുഭൂമികളോ വന്നതുകൊണ്ട് ജനങ്ങൾ 2ആയി പാർത്തിരുന്നു. പിന്നെ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ചില സ്ഥലങ്ങളിൽ ചില ഭാഷകളുടെ സംസർഗം ഉണ്ടായിത്തീരും. അങ്ങനെ ഓരോ പ്രദേശത്തും സംസർഗം ഉണ്ടാകുന്ന അന്യഭാഷകൾ വിഭിന്നമായിരിക്കും. സംസർഗം ഉണ്ടാകുന്ന അന്യഭാഷ ഒന്നാണെങ്കിൽ തന്നെ ആ സംസർഗത്തിന് ഓരോ പ്രദേശങ്ങളിൽ ഏറ്റക്കുറവ് ഉണ്ടാവുകയും ചെയ്യും. ഇനി CL ആന്റണിയുടെ ഭാഷാ സംക്രമണവാദമാണ്. അത് ബഹുഭൂരിപക്ഷം കേരളത്തിലെ ജനങ്ങൾ നീച ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന ഭാഷയെ വ്യവഹാര ഭാഷയെന്ന് വിളിച്ചിരുന്നു. അത് രാജഭാഷയെ ചെന്തമിഴിലേക്ക് കടന്നു കയറുകയും സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ ഭാഷയാണ് മലയാളം എന്നാണ് CL ആന്റണി പറയുന്നത്. ഇനി മൂന്നാമത്തെ ഇതിലെ ഭാഗം പാട്ടാണ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ടുപ്രസ്ഥാനം. അപ്പൊ ലീലാതിലകത്തിൽ പറയുന്നതിന്റെ നിർവചനം, ദ്രാവിഡ ഭാഷയിലെ പദങ്ങൾ ഉപയോഗിച്ച് അക്ഷരങ്ങൾ കൊണ്ട് രചിച്ചതും യതുക, മോന എന്നീ പ്രാസങ്ങൾ. യതുക എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ 2ാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ ഇരിക്കുന്ന ദ്വിതീയാക്ഷര പ്രാസമാണ്. മോന എന്ന് പറഞ്ഞാൽ ഓരോ പാദത്തിലെയും പൂർവോത്തര ഭാഗങ്ങളുടെ ആദ്യാക്ഷരങ്ങൾ യോജിച്ചു വരുന്നതാണ്. അങ്ങനെ അക്ഷരം, വൃത്തം, പ്രാസം എന്നീ കാര്യങ്ങൾ പാട്ട് സാഹിത്യം തമിഴ് പാരമ്പര്യത്തെയാണ് അനുകരിക്കുന്നത്. പാട്ട് സാഹിത്യത്തിലെ പ്രഥമവും പ്രധാനവുമായ കൃതിയാണ് രാമചരിതം. 12ാം നൂറ്റാണ്ടിലാണ് രാമചരിതം എഴുതപ്പെട്ടത്. ഇനി രാമചരിതം പോലെ തന്നെ പാട്ടിന്റെ ലക്ഷണം പൂർണ്ണമായി തികഞ്ഞ കാവ്യമാണ് തിരുനിഴൽ മാല. പാട്ടുപ്രസ്ഥാനത്തിലുണ്ടായ ജനകീയ കാവ്യമാണ് രാമകഥപ്പാട്ട്. ഇനി മലയാള കാവ്യഭാഷയിൽ നവീന യുഗത്തിന് തുടക്കമിട്ട കവികളാണ് നീരണം കവികൾ, കണ്ണശ്ശ കവികളെന്ന് അവർ അറിയപ്പെടുന്നു. അതിൽ രാമപണിക്കർ, ശങ്കരപ്പണിക്കർ, മാധവ പണിക്കർ 3 പേരുമാണ് നീരണം കവികൾ. മലയാളത്തിലെ ആദ്യത്തെ രാമായണ വിവർത്തനമാണ് കണ്ണശ്ശ രാമായണം.
അപ്പൊ മാധവ പണിക്കർ എഴുതിയ ഭാരതമാല ആദ്യത്തെ മഹാഭാരത വിവർത്തനവുമാണ് മലയാളത്തിലെ. ഇനി എന്താണ് മണിപ്രവാളം എന്ന് പറയാം. ഭാഷയ്ക്കും സംസ്കൃതത്തിനും ചേർന്ന ഒരു രണ്ടും കൂടെ ചേർന്നിട്ടുണ്ടായതാണ് മണിപ്രവാള ഭാഷ. മണിപ്രവാളം പാട്ട് എന്നിവയുടെ എല്ലാ അലങ്കാരങ്ങളും രൂപശില്പവും വിശദീകരിക്കുന്ന ഭാഷാശാസ്ത്ര ഗ്രന്ഥമാണ് ലീലാതിലകം. അത് എഴുതപ്പെട്ടത് 14-ാം നൂറ്റാണ്ടിലാണ്. മണിപ്രവാള കൃതികളിൽ പ്രധാനമായിട്ട് സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ടുള്ള കൃതികളാണ്. ഉണ്ണിയച്ചി ചരിതം, ചെറിയച്ചി ചരിതം, ഉണ്ണിയാടി, ഉണ്ണിച്ചിരുദേവി ചരിതങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇതിലെ വൈശിക തന്ത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാചീനമായ മണിപ്രവാള കൃതിയാണ്. വേശ്യവൃത്തിയെ പുരസ്കരിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. വേശ്യോപനിഷത്ത് എന്നും അറിയപ്പെടുന്നു. അപ്പൊ വേശ്യവൃത്തിയുടെ പ്രാധാന്യം, അത് അഭ്യസിക്കേണ്ടതിന്റെ ആവശ്യകത, അമ്മ മകളെ വിളിച്ചിരുത്തി ഉപദേശിക്കുന്ന അതാണ് പ്രമേയം. ഇനി ചമ്പുക്കൾ. ചമ്പുക്കൾ എന്ന് പറഞ്ഞാൽ സംസ്കൃത സാഹിത്യത്തിൽ നിന്ന് മലയാളം സ്വീകരിച്ച് കാവ്യശാഖയാണ്. സംസ്കൃത സാഹിത്യത്തിൽ നിന്ന് മലയാളം സ്വീകരിച്ച കാവ്യശാഖയാണ് ചമ്പു. ഗദ്യവും പദ്യവും ഇടകലർന്നതാണ് ചമ്പു. ചമ്പുവിന് ആദ്യമായി ലക്ഷണം കൽപ്പിച്ച ദണ്ഡിയാണ്. ആദ്യകാല ചമ്പുക്കൾ പുണ്യച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം എന്നിവയാണ്. പിന്നെ മധ്യകാല ചമ്പുക്കളുണ്ട്, സന്ദേശകാവ്യങ്ങളുണ്ട്. അതായത് കേരളത്തിലെ സംസ്കൃതത്തിൽ നിന്ന് മലയാളം സ്വീകരിച്ച മറ്റൊരു സാഹിത്യ പ്രസ്ഥാനമാണ് സന്ദേശകാവ്യം. കാളിദാസന്റെ മേഘ സന്ദേശമാണ് സംസ്കൃതത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം. ഇപ്പൊ പ്രണയികളായ സ്ത്രീ പുരുഷന്മാർ വിധിവശാൽ വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വരിക. അപ്പോൾ വിരഹ ദുഃഖം അനുഭവിക്കുന്ന കാമുകൻ ഹൃദയഭാരം ലഘൂകരിക്കാൻ ഒരു വസ്തുവിനെയോ വ്യക്തിയെ കണ്ടെത്തി ആ സന്ദേശം ആ കാമുകിയുടെ സവിധം എത്തിക്കാൻ അഭ്യർത്ഥിക്കും. ഇതാണ് സന്ദേശകാവ്യങ്ങളുടെ പൊതു സ്വഭാവം. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശമാണ്. ഉണ്ണുനീലി സന്ദേശത്തിന്റെ രചയിതാവിനെ കുറിച്ചോ നായകനെ പറ്റിയോ വ്യക്തമായ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. ഇനി കവിത്രയങ്ങളിലേക്ക് കടക്കുന്നു. പ്രാചീന കവിത്രയം. ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ. AD 15-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ചെറുശ്ശേരി ഉദയവർമ്മന്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതി കൃഷ്ണഗാഥയാണ്. കൃഷ്ണഗാഥ എന്ന വാക്കിന്, ഗാഥ എന്ന വാക്കിന് ഗാനം എന്നാണ് അർത്ഥം. കൃഷ്ണന്റെ ജന്മം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ്. എഴുത്തച്ഛൻ 30 അക്ഷരമുള്ള വട്ടെഴുത്തിന് പകരം 51 അക്ഷരമുള്ള മലയാള ലിപി, അദ്ദേഹം ഇന്ന് കാണുന്ന ലിപി അദ്ദേഹമാണ് നടപ്പിൽ വരുത്തിയത്. അപ്പൊ അക്ഷരാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും സുഗമമായി പാടാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം കൃതികൾ രചിച്ചു. മലയാളത്തിന് അർഹമായ പ്രാധാന്യം നൽകിയാണ് അദ്ദേഹം കാവ്യഭാഷ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് എഴുത്തച്ഛനെ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്ന് പറയുന്നത്. കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലാണ് അദ്ദേഹം കവിതകൾ എഴുതിയിരിക്കുന്നത്. അതാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്നത്. രാമായണ മഹാഭാരതം അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഇനി നമ്പ്യാരെ കുറിച്ച് പറയാം. നമ്പ്യാർ 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ കവിയാണ്. നർമ്മത്തിൽ പൊതിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ കവിതകളെ ചാട്ടവാറായിട്ടാണ് കൽപ്പിക്കുന്നത്. അതായത് അന്നത്തെ സമുദായത്തിലെ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം തന്റെ കൃതികളിലൂടെ അവതരിപ്പിക്കാൻ. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർ കൂത്ത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നമ്പ്യാർ ഉറങ്ങിയപ്പോൾ അത് മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ ഉറങ്ങിപ്പോയതിന് പരിഹസിച്ചെന്നും അതിന് പ്രതികാരമായിട്ടാണ് തുള്ളൽ എഴുതിയതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി 64 തുള്ളലുകൾ നമ്പ്യാർ എഴുതിയതായി പറയപ്പെടുന്നു. ഇനി കൃഷ്ണഭക്തിയുടെ കവിയായ പൂന്താനം നമ്പൂതിരി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ജനിച്ചത്. ജ്ഞാനപ്പാനയാണ് പൂന്താനത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ രചന. മലയാളത്തിൽ രചിക്കപ്പെട്ട വേദം എന്നീ കൃതിയെ നിരൂപകർ വാഴ്ത്തിയിട്ടുണ്ട്. തീവ്രമായ കൃഷ്ണഭക്തിയാണ് ജ്ഞാനപ്പാനയുടെ പിന്നിൽ. മനുഷ്യന്റെ പണത്തിനോടുള്ള ആർത്തി, അഹങ്കാരം, നാട്യം ഇതൊക്കെ ജ്ഞാനപ്പാനയിൽ വിമർശിക്കാൻ പൂന്താനം ശ്രമിച്ചിട്ടുണ്ട്. ആധുനിക കവിത്രയം. കുമാരനാശാൻ, ഉള്ളൂർ വള്ളത്തോൾ. ആശാൻ സ്വന്തമായ ഒരു ശൈലി കവിതാ രംഗത്ത് കൊണ്ടുവന്ന വ്യക്തിയാണ്. സാമൂഹിക പരിഷ്കർത്താവാണ്, സ്നേഹഗായകനാണ്.
അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യങ്ങളാണ് ഏറ്റവും പ്രധാനം. ഖണ്ഡകാവ്യങ്ങൾ എഴുതി മഹാകവി പട്ടം നേടിയ കവിയാണ് അദ്ദേഹം. ചിന്താവിഷ്ടയ സീത എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം തന്റെ സ്വാതന്ത്ര്യാവസ്ഥയെ വളരെ വ്യക്തമായി രാമൻ എന്ന വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യത്തെ ചോദ്യം ചെയ്യുന്ന സീതയെ അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. പിന്നെ കരുണ, ഒരു വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീക്ക് ബുദ്ധഭിക്ഷുവിനോടുണ്ടാകുന്ന സ്നേഹമാണ്. അപ്പൊ നളിനി ലീലയും മാംസനിബദ്ധമല്ല രാഗം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ വീണപൂവില് ഐശ്വര്യം ഭൂമിയിൽ സ്ഥിരമല്ലെന്നും അദ്ദേഹം പറയുന്നു. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അധ്യാപകനായിരുന്നു. അദ്ദേഹം 5 ഭാഷകളിൽ പ്രാവീണ്യം നേടിയ ആളാണ്. ഉള്ളൂരിന്റെ ഉമാകേരളം നാടിന്റെ കഥ പറയുന്ന ഒരു പുസ്തകമാണ്. അതാണ് അദ്ദേഹത്തിന്റെ മഹാകാവ്യം. ഉള്ളൂരിനെ ഉല്ലേഖ ഗായകനെന്നും ഉജ്ജ്വല ശബ്ദാഢ്യനെന്നും വിളിക്കുന്നു. ശബ്ദ സൗകുമാര്യം കൊണ്ട് ശ്രദ്ധേയനായ കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ ആദ്യം എഴുതിയ ഖണ്ഡകാവ്യമാണ് മഗ്ദലന മറിയം. ആത്മകഥാപരമായ കൃതിയാണ് ബധിരവിലാപം. ഇനി കവിത്രയത്തിന് ശേഷം വന്ന കവികൾ ജി ശങ്കരക്കുറുപ്പാണ്. ഒരു ഹ്യൂമനിസ്റ്റ് കവിയാണ് അദ്ദേഹം. സിംബോളിക് കവിയാണ്, പ്രകൃതി ഗായകനുമാണ്. ഓടക്കുഴലിനാണ് അദ്ദേഹം ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ബാലാമണിയമ്മ മാതൃത്വത്തിന്റെ ഭാവവുമായിട്ട് വന്ന കവയത്രിയാണ്. ജ്ഞാനപീഠ പുരസ്കാരവും പത്മശ്രീയൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇടപ്പള്ളി രാഘവൻ പിള്ള. ഇടപ്പള്ളി കവിതകൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ വൈകാരികമായ ആവിഷ്കാരമായിരുന്നു. പിന്നെ പി കുഞ്ഞിരാമൻ നായർ കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യം കവിതകളിലേക്ക് ആവിഷ്കരിച്ചു. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയും മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവിയായിരുന്നു. ചങ്ങമ്പുഴ മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നും ഗാനഗന്ധർവൻ എന്നും അറിയപ്പെടുന്നു. ഇടശ്ശേരി ഗോവിന്ദൻ നായർ മനുഷ്യന്റെ ശക്തിയെക്കുറിച്ച് പാടിയ ശക്തിയുടെ കവി എന്നാണ് ഇടശ്ശേരിയെ പറയുന്നത്. വൈലോപ്പിള്ളിയും ചങ്ങമ്പുഴയുടെ അനുകർത്താക്കളായി കടന്നു വന്ന വ്യക്തികളാണ്. അദ്ദേഹത്തിന്റെ മാമ്പഴം എന്നൊറ്റ കവിത കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയുമാണ്. പിന്നെ വരുന്നത് സുഗതകുമാരിയാണ്. മനുഷ്യനെയും പ്രകൃതിയെ ഒരുപോലെ സ്നേഹിക്കുകയും സ്ത്രീകൾ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന, സ്ത്രീ യാതനകളെ ഒരുപോലെ ആവിഷ്കരിച്ച കവയത്രിയാണ് സുഗതകുമാരി. പിന്നെ മലയാള ഭാഷയിലെ കവിതാ സാഹിത്യത്തിൽ മൗലികമായ മാറ്റം വരുത്തിയ കവിയാണ് അയ്യപ്പ പണിക്കർ. ഇനി കടമ്മനിട്ട സ്വതന്ത്രമായ ഒരു കവിതാ സരണി കെട്ടിപ്പടുത്ത കവിയാണ്. തീവ്രമായ ഇടതുപക്ഷ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉണ്ടായി. അതുപോലെ കൃതികളിൽ നാടൻ കലാരൂപങ്ങളെ കൂടെ ആവിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. ഇനി ബാലചന്ദ്രൻ ചുള്ളിക്കാട് തീക്ഷ്ണ യൗവനത്തിന്റെ കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കുരീപ്പുഴ ശ്രീകുമാർ കവിതയുടെ നിരന്തരമായ കവിതാ വഴികളോട് കലഹിക്കുകയും പുതിയ വിഷയങ്ങൾ കണ്ടെത്തുകയും ചെയ്ത കവിയാണ്. ഇനി വിലാപകാവ്യങ്ങളുണ്ട്. അതായത് ശോകപൂർണമായ പ്രമേയങ്ങളായിരുന്നു വിലാപ കാവ്യങ്ങൾ. അത്തരം വിലാപകാവ്യങ്ങൾ ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിലാപം CS സുബ്രഹ്മണ്യം പോറ്റി, കണ്ണുനീർത്തുള്ളി നാലപ്പാട്ട് നാരായണ മേനോൻ, പ്രിയ വിലാപം M രാജരാജവർമ്മ. ഇതൊക്കെ മിക്കവാറും തങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ മരിക്കുമ്പോഴാണ് ഇത്തരം കാവ്യങ്ങൾ പലരും എഴുതുന്നത്. ഇത്രയും ആണ് ഇതിന്റെ ഇനി മിഷണറിമാരുണ്ട്. മിഷണറിമാര് LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി ഇവിടെ വന്നു. മതപ്രചാരണത്തോടൊപ്പം വിദ്യാഭ്യാസം, മത സാമൂഹ്യ നവോത്ഥാനം എന്നിവ ലക്ഷ്യമാക്കി അവര് പ്രവർത്തിച്ചു. ഇപ്പൊ തിരുവിതാംകൂറിലെ താഴ്ന്ന ജാതിക്കാർ, ദളിതർ തുടങ്ങിയവരുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുകയാണ് LMS ചെയ്തത്. വില്യം തോബിയസ് റിങ്കിൾ ടോബയാണ് LMSലെ ആദ്യ മിഷണർ. പിന്നെ LMSന്റെ സംഭാവനകൾ നമ്മൾ പ്രത്യേകം പഠിക്കണം. ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടു. ഗ്രാമീണ സ്കൂളുകൾ, അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ, ഇംഗ്ലീഷ് സ്കൂളുകൾ ഇവ ആരംഭിച്ചു. പിന്നെ ജാതി വ്യവസ്ഥയിൽ
വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ദളിതരെയും പിന്നോക്ക വിഭാഗക്കാരെയും സ്കൂളിൽ ചേർത്ത് വിദ്യാഭ്യാസത്തിന് അവസരം നൽകി. പെൺകുട്ടികൾക്കായി സ്കൂളുകൾ സ്ഥാപിച്ചു. ശൈശവ വിവാഹം പോലുള്ള ആചാരങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു. പിന്നെ ആശുപത്രികൾ സ്ഥാപിക്കുന്നതിൽ ഇവരുടെ പ്രധാന പങ്ക് അവർ വഹിച്ചിട്ടുണ്ട്. CMS ആണ് അടുത്ത ക്രൈസ്തവ സംഘടന, ചർച്ച് മിഷണറി സൊസൈറ്റി. 1799 ഇവര് ഇംഗ്ലണ്ടിൽ സ്ഥാപിതമായി. 1816 കേരളത്തിൽ കോട്ടയത്തായിരുന്നു ഈ CMSകാരുടെ പ്രവർത്തന കേന്ദ്രം. കേരളത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന് CMS മിഷണറിമാരാണ് തുടക്കമിട്ടത്. പ്രൈമറി സ്കൂളുകൾ സ്ഥാപിച്ചു. വർണ്ണ, ലിംഗ, ജാതി ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കി. CMS മിഷണറിമാർ സ്ഥാപിച്ച ബേക്കർ മെമ്മോറിയൽ ഗേൾസ് സ്കൂളാണ് കേരളത്തിലെ ആദ്യത്തെ പെൺപള്ളിക്കൂടം. പിന്നെ തയ്യൽ, മതബോധനം, ഗണിതം, ഭൂമിശാസ്ത്രം എന്നിവയൊക്കെ അവിടെ പഠിപ്പിച്ചിരുന്നു. അധ്യാപക പരിശീലന കേന്ദ്രവും കോട്ടയത്തെ പഴയ സെമിനാരി വൈദികർക്കുള്ള ആധുനിക വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ടത്. CMS കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ വിദ്യാസംഗ്രഹമാണ് ആദ്യത്തെ കോളേജ് മാഗസിൻ. മലയാളത്തിലെ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചത് 1821 കോട്ടയത്ത് ബെഞ്ചമിൻ ബെയ്ലി സ്ഥാപിച്ച CMS പ്രസ് ആണ്. ഇനി ബാസൽ മിഷൻകാരുണ്ട്. 1815 അവര് മംഗലാപുരത്തെത്തി വടക്കൻ കേരളത്തിൽ മിഷണറി പ്രവർത്തനം ആരംഭിച്ചു. ധാരാളം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആരംഭിച്ചു. ആധുനിക കൃഷി രീതി പഠിപ്പിക്കുന്ന കാർഷിക പാഠശാലയും. അവർണ സമുദായങ്ങൾക്കിടയിലാണ് ബാസൽ മിഷൻ തങ്ങളുടെ പ്രവർത്തനം നടത്തിയത്. ബാസൽ മിഷണറിമാരിൽ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന ആളാണ് ഹെർമൻ ഗുണ്ടർട്ട്. അദ്ദേഹം ശാസ്ത്രീയമായ ഒരു പാഠ്യരീതി നടപ്പിലാക്കിയ വ്യക്തിയാണ്. അപ്പൊ കടലാസിന്റെ കണ്ടുപിടുത്തം, അച്ചടിയുടെ കണ്ടുപിടുത്തമൊക്കെ ചൈനയിലാണ് ആരംഭിച്ചത്. ചൈനയിൽ അച്ചടിച്ച ഹിരാഗ സൂത്രമാണ് ലോകത്തിലെ ആദ്യത്തെ അച്ചടിച്ച ഗ്രന്ഥം. ജർമ്മൻകാരനായ ജോഹന്നസ് ഗുട്ടൻബർഗിനെയാണ് അച്ചടിയുടെ പിതാവായി അംഗീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യ മലയാള ലിപി അച്ചടിച്ച പുസ്തകം ഹോർത്തൂസ് ഇൻഡിക്കസ് മലബാറിക്കസ് ആണ്. ആദ്യകാല ബെഞ്ചമിൻ ബെയ്ലിയാണ് മലയാള അച്ചടിയുടെ പിതാവ്. മലയാളത്തിലെ ആദ്യകാല പത്രമാസിക രാജ്യസമാചാരം ഹെർമൻ ഗുണ്ടർട്ടാണ് അത് ആരംഭിച്ചത്. ജ്ഞാന നിക്ഷേപം മിഷണറി സൊസൈറ്റിയുടെ ആണ്. വിദ്യാസംഗ്രഹം ആദ്യത്തെ കോളേജ് മാഗസിൻ, ആദ്യത്തെ പ്രസിദ്ധീകരണവുമായിരുന്നു. ഇനി കേരള ചരിത്രത്തെക്കുറിച്ചും പോർട്ടുഗീസ് കാലത്തെക്കുറിച്ചും പരാമർശിക്കുന്ന ഗുണ്ടർട്ടിന്റെ കൃതിയാണ് കേരള പഴമ. മലയാള രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രത്തെ സംബന്ധിക്കുന്ന ആദ്യ കൃതിയാണ് മലയാള രാജ്യം. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഗുണ്ടർട്ട് എഴുതിയ കൃതിയാണ് കേരളോൽപ്പത്തി. ഈ നാടകത്തെക്കുറിച്ച് പറയുന്ന മനുഷ്യന്റെ അനുകരണ വാസനയാണ് നാടകം എന്ന കലാരൂപത്തെ ഏറ്റവും അധികം ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധമാക്കിയത്. ഇംഗ്ലീഷ് നാടകങ്ങൾ ലാറ്റിൻ ഭാഷയിൽ ദേവാലയങ്ങളാണ് കാണിച്ചിരുന്നത്. ഭാരതീയ നാടക പാരമ്പര്യത്തിന് പശ്ചാത്തലമൊരുക്കിയത് സംസ്കൃത നാടകങ്ങളാണ്. നാട്യശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മലയാള നാടകങ്ങളിൽ അഭിജ്ഞാന ശാകുന്തളമാണ് നാടക പ്രസ്ഥാനത്തിന്റെ ആരംഭം കുറിച്ചത് മലയാളത്തിൽ. ആൾമാറാട്ടം ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയ നാടകകൃതിയാണ്. പിന്നെ ആദ്യത്തെ സാമൂഹ്യ നാടകം കൊച്ചിപ്പൻ തരകന്റെ മറിയാമ്മയാണ്. പ്രധാന രാഷ്ട്രീയ നാടകങ്ങളെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടാകുന്ന ചലച്ചിത്രമാണ്. ചലച്ചിത്ര അറിയില്ല, സിനിമാ ലോകത്തെ കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയുടെ തുടക്കം 1913 ദാദാ സാഹേബ് ഫാൽക്കെ സംവിധാനം ചെയ്ത രാജഹരിശ്ചന്ദ്ര മുഴുനീള ചിത്രം, നിശബ്ദ ചിത്രം. മലയാള സിനിമ ആരംഭിക്കുന്നത് വിഗതകുമാരൻ എന്ന സിനിമയുടെ പ്രദർശനത്തോടെയാണ്. ആദ്യ ശബ്ദചിത്രം മലയാളത്തിൽ ബാലൻ 1938 പുറത്തിറങ്ങുന്നത്. ആദ്യത്തെ ജനപ്രിയ ചലച്ചിത്രം ജീവിത നൗകയാണ്. ചലച്ചിത്ര നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനമായ സംഗതി ഏതാണ്? തിരക്കഥയാണ്. ഈ ചലച്ചിത്രം വരെയുള്ള ഭാഗങ്ങള് ആദ്യത്തെ ജനപ്രിയ ചലച്ചിത്രം ജീവിത നൗകയാണെന്ന് പറഞ്ഞില്ല. അപ്പൊ ഇതുവരെയുള്ള ഭാഗങ്ങളാണ് നമ്മുടെ ഒന്നാം ഭാഗത്തിലുള്ള. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ട് കൂടെ ചേർക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവട്ടി.